ഒരു ഗംഭീര ഹിറ്റ് തന്നിട്ട് തന്റെ അടുത്ത വർക്കുകളിലേക്ക് ബിസിയായി തന്നെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് പൃഥ്വിരാജ് എന്ന നടൻ. ആടുജീവിതം ഒരു ഗംഭീര ഹിറ്റും വലിയ പ്രശംസയുമാണ് പൃഥ്വിരാജിന് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ തന്റെ അടുത്ത ജോലിക്ക് വേണ്ടി നാട്ടിൽ നിന്ന് തന്നെ പുറപ്പെട്ടു കഴിഞ്ഞു. ബഡേമിയ ചോട്ടേമിയ എന്ന ചിത്രത്തിന്റെ പ്രമോഷനും മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി തിരിച്ചു കഴിഞ്ഞു. കൂടാതെ എമ്പുരാൻ എന്ന തന്റെ കരിയറിലെ ഏറ്റവും വലിയ ചിത്രവും അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന എമ്പുരാൻ എന്ന ചിത്രത്തിന്റെ ചെന്നൈ ഷെഡ്യൂൾ ഏപ്രിൽ 2nd വീക്കിൽ തന്നെ തുടങ്ങുമെന്നുള്ള വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങളിലുമാണ് പൃഥ്വിരാജ്. അണിയറയിൽ മലയാളി പ്രേക്ഷകർ ഏറ്റവും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു ചിത്രം ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എമ്പുരാൻ എന്ന പൃഥ്വിരാജ് സംവിധാനം ചെയ്ത് മോഹൻലാൽ നായകനാകുന്ന ചിത്രം. ലൂസിഫർ എന്ന ചിത്രത്തിന്റെ സെക്കൻഡ് പാർട്ടായി ഒരുങ്ങുന്ന എമ്പുരാൻ വലിയ ആകാംക്ഷയോടെ പ്രേക്ഷകർ കാത്തിരിക്കുമ്പോൾ ലൂസിഫർ എന്ന ചിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കുകയാണ് ഓരോ പ്രേക്ഷകരും. അതിൽ ചില കാര്യങ്ങൾ എടുത്തു സൂചിപ്പിച്ചുകൊണ്ട് എമ്പുരാൻ വരുമ്പോൾ ചർച്ചയ്ക്ക് വെച്ചിരിക്കുകയാണ് ഈ കാര്യങ്ങൾ. ചില മിസ്സിംഗ് പ്ലോട്ടുകളൊക്കെ പറഞ്ഞുകൊണ്ടാണ് ലൂസിഫറുമായി കണക്ട് ചെയ്തുകൊണ്ട് പ്രേക്ഷകർ സംസാരിച്ചതും. ജിതിൻ ജോസഫ് പറഞ്ഞ ചില കാര്യങ്ങൾ ശരിക്കും ശ്രദ്ധ നേടുകയുണ്ടായി സോഷ്യൽ മീഡിയയിൽ. PKR മരണത്തിന് ശേഷം പാർട്ടിയും അധികാരവും പിടിക്കാൻ ബോബി എന്ന വിമൽ നായർ നടത്തിയ നീക്കങ്ങൾ എല്ലാം കൃത്യമായിരുന്നു. വളരെ പ്ലാൻഡായി കൃത്യതയോടെ നീങ്ങിയിട്ടും അയാൾ പരാജയപ്പെട്ടതെങ്ങനെയാണ്? അത് വലിയൊരു ചോദ്യം തന്നെയായിരുന്നു. ഇത്രയും വലിയ പ്ലാനൊക്കെ എടുത്തിട്ടും അങ്ങാര് നിഷ്പ്രയാസം പരാജയപ്പെടുകയും ചെയ്തു. എന്തുകൊണ്ട് പരാജയപ്പെട്ടു എന്ന് ചോദിക്കുമ്പോൾ അയാൾ ഒരു വ്യക്തിയെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു എന്നതുകൊണ്ട് തന്നെ. പക്ഷെ അയാളെക്കുറിച്ച് വ്യക്തമായ ചില ധാരണകളൊക്കെ ബോബി എന്ന വിമൽ നായർക്ക് ഉണ്ടായിരുന്നു താനും. ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ വലിയൊരു ചർച്ച തന്നെ തുടങ്ങിയിരിക്കുന്നത്. PKR പോയ ശേഷം എല്ലാം തന്റെ കൈക്കീഴിലായി എന്ന് അഹങ്കരിച്ച ബോബി, എന്നാൽ PKRന് ഒപ്പമുണ്ടായിരുന്ന ഒരു ചെറിയ മലയോര പാർട്ടിയുടെ നേതാവിനെ അയാൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു. ഈ ഒരു ചെറിയ മിസ്റ്റേക്കിന്റെ വില സ്വന്തം ജീവൻ തന്നെയായിരുന്നു എന്ന് മനസ്സിലാക്കാൻ അയാൾ വൈകി. പലരുമായുള്ള സംഭാഷണങ്ങൾക്കിടയിൽ സ്റ്റീഫൻ ഒരു ലോക്കൽ പാർട്ടിയുടെ നേതാവല്ല, അതിലുമുപരി വേറെന്തോ ആണെന്നുള്ള സൂചന ബോബിക്ക് പലതവണ കിട്ടുന്നുണ്ട്. സ്റ്റീഫൻ നമ്മൾ ഉദ്ദേശിച്ച ആളല്ല സാർ എന്ന് പറഞ്ഞ് അലോഷ് ഭയന്ന് വിറച്ചപ്പോഴും, അത്ര പെട്ടെന്ന് അവനെ അടിക്കാൻ പറ്റില്ലെന്ന് വർമ്മ സാർ പറഞ്ഞപ്പോഴും, നിന്നെ രക്ഷിക്കാൻ ആരുണ്ടടാ എന്ന് സ്റ്റീഫൻ മുഖത്തു നോക്കി മുന്നറിയിപ്പ് തന്നിട്ടും അയാൾ ശരിക്കും ആരാണെന്നറിയാൻ ബിമൽ മെനക്കെട്ടേയില്ല. താൻ സമർത്ഥനായി തന്റെ കരുക്കൾ നീക്കുന്നു എന്ന് ബോബി വിശ്വസിച്ചു. എന്നാൽ സ്റ്റീഫൻ കളിക്കുന്ന വലിയൊരു കളത്തിലെ വെറുമൊരു പണയം മാത്രമാണ് താനെന്ന് ബോബി അറിഞ്ഞില്ല. അവസാനം തന്റെ റഷ്യൻ ബോസിനെ നിസ്സാരമായി വകവരുത്തി തന്റെ മുന്നിൽ വന്നിരുന്ന ആൾ സ്റ്റീഫനാണെന്ന് കണ്ട് അയാൾ അമ്പരന്നു. എങ്കിലും തെല്ലും പതറാതെ സ്റ്റീഫന്റെ കണ്ണിൽ തന്നെ നോക്കി ചിരിച്ചുകൊണ്ട് ബോബി മരിച്ചു വീണു. തന്റെ ശേഷിക്കുന്ന നിമിഷങ്ങളിൽ അത്ഭുതത്തോടെ സ്റ്റീഫനെ നോക്കുകയായിരുന്നു ബോബി. ലോകത്തെ മൊത്തം ഗോൾഡ് ആൻഡ് ഡയമണ്ട് ട്രേഡ് കൺട്രോൾ ചെയ്യുന്ന ആ ഇൻഫേമസ് നെക്സസ് ഇല്ലുമിനാറ്റി പോലെ എല്ലായിടത്തുമുള്ള ഖുറേഷി അബ്രഹാം ആൻഡ് ഗ്യാങ് വീണ്ടും വരുന്നു. പറയാതെ ബാക്കി വെച്ചത് പറയാൻ, ചെയ്യാൻ ബാക്കി വെച്ചത് ചെയ്തു തീർക്കാൻ. മാർച്ച് 2025 എമ്പുരാൻ എന്ന ചിത്രം ഇറങ്ങാനുള്ള സാധ്യത മുന്നിൽ കണ്ടപ്പോൾ ചില മിസ്സിംഗ് പ്ലോട്ടുകളെ കുറിച്ച് പറഞ്ഞുകൊണ്ട് പ്രേക്ഷകരും എത്തുന്നത് വലിയ കൗതുകം ജനിപ്പിക്കുന്നതാണ്. സ്റ്റീഫൻ നെടുമ്പള്ളിയായി കേരളത്തിലെത്തിയ എന്നാൽ മറ്റൊരു പേരിൽ അറിയപ്പെടുന്ന അധോലോക നായകൻ ഖുറേഷി അബ്രഹാം ആരായിരുന്നു? അയാളുടെ പവർ എന്താണ്? അയാൾ ആരാണ്? എത്ര വലുതാണ് അയാളുടെ സാമ്രാജ്യം? തുടങ്ങിയ കാര്യങ്ങൾ ഞെട്ടലോടെ നമ്മൾ എമ്പുരാൻ എന്ന ചിത്രത്തിലൂടെ അറിയാൻ പോവുകയാണ്. അത്രയ്ക്ക് വലിയൊരു കഥാപാത്രത്തെ ഒളിപ്പിച്ചു വെച്ചുകൊണ്ടാണ് ക്ലൈമാക്സിൽ റിവീൽ ചെയ്ത് നമ്മളെ ഞെട്ടിപ്പിച്ച ലൂസിഫർ. ഫുൾ ഓൺ ആ കഥാപാത്രം ഒരു സിനിമയിൽ എത്തുമ്പോൾ വലിയ ആകാംക്ഷയിലാണ് പ്രേക്ഷകരും. ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിലെത്തിയപ്പോൾ വലിയൊരു ചർച്ചയ്ക്ക് വഴിവെച്ചു. ലാലേട്ടന്റെ ക്യാരക്ടർ വലിയ പവർഫുൾ ആയിരുന്നു, പക്ഷേ വില്ലൻ ഇങ്ങനെ ആയിപ്പോയല്ലോ എന്ന കാര്യങ്ങൾ ഓർത്താണ് ഇപ്പോൾ പറയുന്നത്. ഇതിലും വലിയൊരു വില്ലൻ ഇനി എമ്പുരാനിൽ ഉണ്ടാകുമല്ലോ എന്നാലോചിച്ച് ആരാധകരും ഞെട്ടലോടെ പല കാര്യങ്ങളും ചർച്ച ചെയ്യുന്നു. ഇത്തവണ വില്ലൻ ഇവിടങ്ങുമായിരിക്കില്ല, വിദേശത്ത് നിന്നായിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പ്രേക്ഷകർ എത്തുന്നത്. എന്തായാലും ആരാധകരുടെ ആകാംക്ഷ കൂടുമ്പോൾ പല ചർച്ചകളും സോഷ്യൽ മീഡിയയിൽ ഉണ്ടാകുന്നു. സിനിമാ ഗ്രൂപ്പുകളിൽ ഇങ്ങനെ ചില ചർച്ചകൾ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്.